ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ അല്ല രേണുസുതിക്ക് കേരളത്തിൽ കിട്ടിയ കണ്ടന്റ് എന്താ? വിധവയാക്കപ്പെട്ട ഒരു കലാകാരൻ്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാപം, ഒരു എമ്പതി. സമൂഹം മുഴുവൻ ഇവരെ പരിഹസിക്കുമ്പോഴും ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവരിതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. രേണുസുതി വേഷം കെട്ടി വരുന്ന ആ ഒരു ഒറ്റ റീൽ മതി കേരളത്തിൽ രേണുസുതി ബിഗ് ബോസിലുണ്ടെന്ന് അറിയാം. ഇപ്പം ശാരിക ബിഗ് ബോസിൽ പോയി. ശാരിക അപ്പുറത്തൊരു മത്സരാർത്ഥിയെ ഇരുത്തി അവരുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ അല്ല ഹൗസ്. അതുകൊണ്ട് ശാരിക കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയിട്ട് ഹോട്ട് സീറ്റ് ഉണ്ടാക്കാൻ നോക്കി. അനുമോളുടെ കൂടെ കണ്ടന്റ് ഞാൻ കണ്ടു. ഈ സൂപ്പർ ആടി മോളെ, സൂപ്പർ. ചൊരുത്തവാ കണ്ണടച്ച് നിൽക്കുന്ന ഞാൻ കണ്ടു. എന്തെങ്കിലും 50 പ്രാവശ്യം ഒന്നും പറയാം. എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടപ്പെടുന്നു. ഒന്നാമത് ഈ മറ്റുള്ളവരുടെ ആഹാരം ഇങ്ങനെ കട്ട് തിന്നുന്നവനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. സീസൺ കഴിഞ്ഞ് 7 എത്തുമ്പോഴും മൊത്തം സീസൺ എടുത്ത് നോക്കിയാലും കഥ പറച്ചില് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഈ പാവം പിടിച്ചൊരു കണ്ടന്റ് പോലെ പറഞ്ഞു തുടങ്ങിയ തമാശ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു തുടക്കം. ഇതൊക്കെ ആദ്യമേ 25 അന്നേരം വിശ്വസിച്ചിരുന്നു. ഇവരോ കരഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതാ കേട്ടിട്ട് Milma Milk wishes you a happy Onam. സീസൺ 6 എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? സീസൺ 6 എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് എന്തായാലും ഇപ്പൊ മനസ്സിൽ മനസ്സിൽ വന്നാ പറയാൻ വന്ന സീസൺ 6 എന്ന് പറയുമ്പോ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നതിന് പേര് റോഹിണി ചോദ്യം ചോദിച്ചല്ലോ. സീസൺ 6 എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ എന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ഇത് കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവരപ്പോഴേ കഴിഞ്ഞ 4-5 എഫ്ഐആർ എടുക്കും. ഒരു മാസത്തിനിടയിൽ വീണ്ടും 5 എഫ്ഐആർ. അതിപ്പോ ഞാൻ പറയുന്നതിന് മുമ്പേ അവരിലേക്ക് അത് എത്തും. അല്ല, എനിക്കറിയത്തില്ല കേട്ടോ. സീസൺ 6 പേഴ്സണലി ഒരുപാട് ഓഡിയൻസിന് വർക്കാവാത്തൊരു സീസണാണ്. ഇഷ്ടപ്പെട്ടവരും കാണും. വ്യത്യസ്ത തലങ്ങളാണ്, സിനിമ പോലെ തന്നെ. ഞാൻ അങ്ങനെ സീസൺ 5 ബെസ്റ്റ് ഒന്നും അങ്ങനെ ഒരിക്കലും പറയത്തില്ല കേട്ടോ. സീസൺ 4 ആണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഗംഭീര സീസണായിട്ട് വന്നിട്ടുള്ളത്. സീസൺ 1ഉം സീസൺ 4ഉം ആണ്. പലപ്പോഴും ഇപ്പൊ അവിടെ നിന്ന് നമ്മളെല്ലാവരും സഹമത്സരത്തിലാണ്. ഈ ആരോഗ്യകരമായിട്ടുള്ള മത്സരം വേണമെന്നൊക്കെ പറയും. എങ്കിലും വലിയ എതിർപ്പുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ വലിയ ഉദാഹരണം പറയും. അതിനുള്ളിൽ നിന്ന് അത്രത്തോളം കോണ്ടന്റ് കൊടുത്തുള്ളതാണ്. 2 ചേരികളിൽ നിന്നവരാണ്. പക്ഷെ അപ്പുറത്തേക്ക് പുറത്തോട്ട് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സൗഹൃദം സംഭവിക്കുന്നുണ്ട്. എത്രയൊക്കെ പോയാലും അത് 100 വർഷത്തേക്ക് അപ്പുറം കിടക്കുന്ന ഒരു ശത്രുതയോ വിദ്വേഷമോ ആവരുതെന്ന് പറയുമ്പോഴും ശരിക്കും ലാസ്റ്റ് സീസണിലെ കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻസ് വിന്നർ ഉൾപ്പെടെ ഇപ്പൊ കുറേയേറെ ഇപ്പൊ ഓപ്പൺ ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള രീതിയിലേക്ക് അവരുടേതായിട്ടുള്ള വാദങ്ങളും തർക്കങ്ങളും കുറ്റം ചെയ്യലും ബ്ലെയിം ചെയ്യലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പരസ്യമായിട്ട് പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഒരു കോൾ വരുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് പോസ്റ്റുകളിലൂടെ വരെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെ ഈ പ്രവണത നോക്കി? അല്ല, നമ്മള് ഇപ്പൊ ബിഗ് ബോസിനകത്ത് പലരും, ഇപ്പൊ ഞാൻ ടാർഗറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, എന്നെ ടാർഗറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവരെല്ലാവരും ഫ്രണ്ട്സ് ആയി. നമ്മൾ അകത്ത് ഫ്രണ്ട്ഷിപ്പ് കാണിച്ച ആൾക്കാർ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കണമെന്നില്ല. അപ്പൊ ഇതൊക്കെ ഈ പൊതുവെ ഇപ്പൊ ഇവരുടെ സീസണാണ്. ഇപ്പൊ ഇവര് അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ കണ്ടില്ല ഇവരിയ്ക്കുന്നു. അപ്പൊ ഇത് എല്ലായിടത്തും നടക്കുന്നതാണ്. കാരണം അതിനകത്ത് ചെറിയൊരു എല്ലാവരുടെ ഉള്ളിൽ ഒരു ഫേക്ക്നെസ് ഇല്ല. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ടാർഗറ്റ് ഒക്കെ ചെയ്യും. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് എല്ലാവരും റിയൽ ക്യാരക്ടറിലോട്ട് വരുമ്പോൾ എല്ലാവരും തമ്മിൽ കണക്ട് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വിചാരിച്ച പലരും അവരുടെ ക്യാരക്ടർ നമ്മൾ അകത്ത് വെച്ച് കണ്ടതായിരിക്കത്തില്ല പുറത്ത്. അതുകൊണ്ടാണ് ഈ വികർ. പിന്നെ നമ്മുടെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് കൂടുതലുള്ള സീസണാണ്. അപ്പൊ അവരെല്ലാരും ഈ സോഷ്യൽ മീഡിയയിൽ കുറെ പോസ്റ്റും വീഡിയോസും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ അടി വരുമ്പോൾ മിക്കവാറും അവർ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇവരിപ്പോ റിയാക്ട് ചെയ്യുന്ന ചിലപ്പോൾ ഫോൺ വിളിച്ചായിരിക്കും ചെയ്ത് വിളിക്കുക. ഇവരാണ് ലൈവ് എടുത്തായിരിക്കും റിയാക്ട് ചെയ്യുക. അതുള്ള വ്യത്യാസം. പിന്നെ രോഹ ഇപ്പൊ സെറീനയൊക്കെ ആയാലും അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനുമായിട്ട് ഭയങ്കര കണക്റ്റഡാ. സെറീനയുടെ അമ്മയൊക്കെ വരുന്ന സമയത്ത് ഇവള് തന്നെ അകത്തിരുന്ന് പറയുന്നുണ്ട് അഖിലേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പുള്ളി പറയുന്നതൊക്കെ ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ഹൗസിൽ തന്നെ അവളുടെ കണ്ടന്റ് കിടപ്പുണ്ട്. ഇത് അവസാനമായപ്പോൾ എല്ലാവരും ഇപ്പം മിഥുൻ എന്നെ ഭയങ്കരമായിട്ട് എതിർത്തല്ലേ. മിഥുനൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ മിഥുൻ്റെ കൂടെ നിന്നു. സമൂഹം മുഴുവൻ അവനെ ഒറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ അവൻ്റെ ഒപ്പം തന്നെ നിന്നത്. അതുകൊണ്ട് ആ മിഥുൻ എന്നോട് എപ്പോഴും ഒരു ചേട്ടൻ എന്ന് പറയുന്ന ഒരു സ്നേഹം എപ്പോഴും ഭയങ്കരമായിട്ട് മിഥുൻ കാണിക്കും. വിഷ്ണു ആയിക്കോട്ടെ, ശ്രീചേട്ടൻ ആയിക്കോട്ടെ. പല സീസൺ കഴിഞ്ഞ് 7 എത്തുമ്പോഴും മൊത്തം സീസൺ എടുത്ത് നോക്കിയാലും കഥ പറച്ചില് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുക. അല്ല, അതിപ്പോ ഞങ്ങള് തമാശയൊക്കെ ഓരോ സീസണിലും സ്റ്റോറി ടെല്ലിംഗ് പരിപാടികൾ വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഇതും കമ്പാരിസൺ ഇപ്പുറത്താ. അയ്യോ, അത് വലിയൊരു കോമഡി ഉണ്ടായി. ഞാൻ വിഷ്ണുവിനോട് വിഷ്ണു ഇങ്ങനെ ഇതെനിക്ക് ഇതിന്റെ ഒരു ട്രോൾ അയച്ചു തന്നു, ഇതിന്റെ ഈ സാധനം. ഞാൻ പറഞ്ഞു അവൻ ആ സനയെ കൊന്നിട്ടല്ലേ, അതിന് തല ജീവിച്ചിരുന്നിട്ടില്ലല്ലോ. പക്ഷെ അത് ഓൾറെഡി അടുത്തൊരു അതിനൊരു മറുപടി പറഞ്ഞിരുന്നു അല്ലെ. ഐ മീൻ
അങ്ങനെ ഒരു സ്റ്റോറി എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ വെച്ചു ഇത്തരത്തിലൊരു രീതിയിൽ പോകുന്നു. പുള്ളിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ഹൗസിൽ അല്ല, അതിന് പറ്റിയ കുഴപ്പം ഇവരെ പോലുള്ള ആൾക്കാരാണ്. ഇവരുടെ അടുത്തൊക്കെ പോയിരുന്ന ഈ കഥ പറഞ്ഞു. എന്നോട് മിഥുൻ പറഞ്ഞിട്ടില്ല. ഷിജു ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. ഞാൻ കേട്ടപ്പം ദുൽഖർ സൽമാൻ വെച്ച് സിനിമ എടുക്കാൻ പറ്റിയ കഥ, യാത്രകളുണ്ട്, റോഡ് മൂവി ഒക്കെ പറ്റും. ഭയങ്കര സാധനം. ഞാൻ ഇവനോട് പറഞ്ഞാ ഈ കഥ ഇതിന്റെ എന്തൊരു ക്രിയേറ്റീവ് മൈൻഡാ മിഥുൻ ചേട്ടൻ. ഞാൻ പറഞ്ഞില്ല രാജമൗലി, ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, രാജമൗലി ഇവന്റെ അടുത്ത് വരൂ. അല്ല, നെറേറ്റ് ചെയ്യാൻ നല്ലപോലെ പറ്റുന്നുണ്ട് അല്ലെ? അല്ല, അവിടെ മറ്റേ റീടേക്ക് പരിപാടി ഇല്ലല്ലോ. അല്ലാതെ ഇത് ഇവരോടത്തെല്ലാം പോയി ഇത് പറഞ്ഞ് അപ്പൊ സംഭവം ഈ പാവം പിടിച്ചൊരു കണ്ടന്റ് പോലെ പറഞ്ഞു തുടങ്ങിയ തമാശ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു തുടക്കം. ഇതൊക്കെ ആദ്യമേ 25 അന്നേരം വിശ്വസിച്ചിരുന്നു ഇവരോ കരഞ്ഞില്ലാന്നുള്ളതേ ഉള്ളൂ. ഇതാ കേട്ടിട്ട് ഈ കഥ കേട്ടിട്ട് അന്നേരം അല്ലല്ലോ, അതിന് മുന്നേ അതും ജനത്തിനോട് ഈ ടാസ്ക് വന്നപ്പോ പറഞ്ഞത് മറ്റേ സീതാരാമൊക്കെ എനിക്കറിയത്തില്ല. ടാസ്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിന് മുന്നേ ഈ കഥയൊക്കെ ഹൗസിൽ പലരും ഫാനായി ഈ കഥ കേട്ടിട്ട്. ഇത് തന്നെ നല്ല സാധനം വെച്ച് കത്തിച്ചേക്കാം. അല്ല, ശരിക്കും നമ്മൾ അവിടെ പറയുന്നേക്കാൾ മുമ്പ് ഈ കഥ മറ്റുള്ളവരുടെ പറയുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലേ? 42 ദിവസമായപ്പോ ഞാനേ ഇവനോട് പറഞ്ഞു, എടാ നീ ആ കഥ പറയാന്നുണ്ടെങ്കിൽ 50-ാം ദിവസം ഞാനിവിടെ ഇറങ്ങി പോവാ. ഞാൻ പറയുന്നേ, ഞാൻ ചിലപ്പോൾ ഈ ഹൗസിൽ വന്നത് നിന്റെ ഈ കഥ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഇമ്മീഡിയറ്റ് നല്ലൊരു പ്രോജക്റ്റ് സെറ്റ് ചെയ്യണം. കാര്യം ഇതിന്റെ ക്ലൈമാക്സ് അടിപൊളിയാ. ഇത് റിയൽ ലൈഫിൽ നടക്കപ്പെടല്ലേ ഉള്ളൂ ചോദ്യം ചെയ്യേണ്ട കാര്യം. സിനിമയായിട്ട് കേട്ടാ ഇത് സാധനം പൊളിയാതെ ക്ലൈമാക്സ്. ഈ അതല്ല, ഇത് സിനിമയായിട്ട് അനൗൺസ് ചെയ്തോളാം ഹൈപ്പ് അല്ല, അത് സിനിമയായി. അതങ്ങനെ വേണ്ടെങ്കിൽ അത് ആ സബ്ജക്റ്റിലോട്ട് അല്ല, അവൻ ഞാൻ അത് അന്നും കാത്തിരിക്കുന്ന മാസ് മൂവി മനസ്സിലായില്ല. മിഥുൻ അതിനകത്ത് നായകന് അറിയാതെ വായിൽ ദുൽഖറിനെ വെച്ച് ഞാൻ പിന്നെ ദുൽഖർ സ്പോട്ടിൽ ഡേറ്റ് വരുവായിരുന്നു. സീതാരാമൻ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ സീസണിൽ കണ്ടിട്ട് ഇപ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ പല രീതിയിലേക്കുള്ള, പക്ഷെ ഒരു ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള പലരും ചോദിക്കാറുണ്ട്. ഒട്ടും അല്ലാതെ ഇത്രയും ക്യാമറ 10-72 ക്യാമറ ഉണ്ടായിട്ടും ക്യാമറയിൽ പെടാതെ നടക്കുന്ന ആരാന്ന് തോന്നുന്നത്? അതെനിക്ക് തോന്നുന്നു രേണുസുതിയൊക്കെ. അതായത് ഒരു ട്രോളും കണ്ടല്ലോ അല്ലേ, ശമ്പളം മേടിച്ച് ലൈവ് കാണുന്ന ആളെന്നൊക്കെ പറഞ്ഞു. ബിഗ് ബോസ് കാണുന്നത് ഈ പുറത്ത് കിടന്ന് കാണി രേണുസുതിയെ ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ അല്ല രേണുസുതി. അവരെങ്ങനെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മളെപ്പോഴും ഒരാളെ എടുക്കുമ്പം അയാളെ കൊണ്ട് എങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാമെന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. രേണുസുതിക്ക് കേരളത്തിൽ കിട്ടിയ കണ്ടന്റ് എന്താ? ഭർത്താവ്, അതായത് ഒരു കലാകാരനായ ഒരു ഭർത്താവ് ഒരു അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട ഒരു കലാകാരൻ്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാപം, ഒരു എമ്പതി. ആ ഒരു എമ്പതിയിൽ ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ജീവിതം ഒരു സമയം വരെ മറ്റു പലരുടെയും ഒക്കെ ഹെൽപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിയതിന് ശേഷം ഇനി ജീവിതത്തിൽ എങ്ങനെ തനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ചില വർക്കുകളുമായിട്ട് ചില ഇൻ്റർവ്യൂസുമായിട്ട് വരുന്നു. ഈ ഇൻ്റർവ്യൂസിൽ അവർ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം, കൊല്ലം സുധിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ് എന്ന ഒരു മനോഭാവത്തിൽ ഇവളെന്തോ വലിയ സിനിമാ നടിയായോ, ഇവളങ്ങ് വല്ലതായോ എന്ന് പറയുന്ന ജനത്തിൻ്റെ ഈ മനോഭാവം, ജനത്തിന് ഇവരോട് തോന്നിയൊരു വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് മാറുന്നു. ആ നെഗറ്റീവ് ഇവർക്കൊരു റീച്ചായിട്ട് മാറുന്നു. ആ റീച്ചിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുന്നു. ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇവരെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചു. സമൂഹം മുഴുവൻ ഇവരെ പരിഹസിക്കുമ്പോഴും ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവരിതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. ആ റീച്ച് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നപ്പോൾ അവർക്ക് ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങിയപ്പോൾ അവർ അപ്പോഴത്തേക്ക് ഇവർ മേക്കപ്പ് ഇടുന്നു തുടങ്ങി. ഇവർക്കിടെ നീ ആരാ സുന്ദരിയാവാൻ ഇവിടെ? ഇപ്പം ജനത്തിനതൊന്നും ഇഷ്ടമല്ല. സുന്ദരിയാണെങ്കിൽ ഇപ്പം സെറീന ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും. രേണുസുതി ചെയ്താൽ അക്സെപ്റ്റ് ചെയ്തില്ല. അതിപ്പോൾ ആരുടെയും കുഴപ്പമല്ല. അത് ഭയങ്കര വണ്ണമുള്ള ഒരാൾ മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി നിന്ന് നമുക്ക് എന്തോ തോന്നുന്നു എന്ന് പറയാൻ നമുക്ക് ഇതിനകത്തൊക്കെ വ്യത്യസ്തതകളുണ്ട്. എല്ലാത്തിനകത്തും അതിൻ്റേതായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു റീഡിംഗ് ഉണ്ട്. പക്ഷേ ഇവരെ അതിൻ്റെ പേരിൽ പരിഹാസം, അപ്പോൾ അതായത് സമൂഹം ഇവരെ പരിഹസിച്ചതും അതിലൂടെ കിട്ടിയ കണ്ടന്റും അതിലൂടെ കിട്ടിയ നെഗറ്റീവുമാണ് രേണുസുതി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ പലർക്കും സുപരിചിതയാക്കി മാറ്റിയത്. അല്ലാതെ രേണുസുതി സ്വയം സൃഷ്ടിച്ച കണ്ടന്റ് എത്താം. ഇപ്പോഴും ബിഗ് ബോസിൽ അവർക്ക് നല്ല റീച്ച് കിട്ടും. ഒരു ഫാഷൻ ഷോ മത്സരം നടക്കട്ടെ, ആ ഫാഷൻ ഷോ മത്സരത്തിൽ ആദിലയും നൂറയും ബാക്കിയുള്ള ഓരോരുത്തരും വേഷം കെട്ടി വരുമ്പോൾ രേണുസുതി വേഷം കെട്ടി വരുന്ന ആ ഒരൊറ്റ റീൽ മതി കേരളത്തിൽ രേണുസുതി ബിഗ് ബോസിലുണ്ടെന്നറിയാം. കാരണം ഇവർ എത്ര വേഷം കെട്ടി വന്നാലും ജനം അത് അംഗീകരിക്കത്തില്ല. കാര്യം ജനത്തിനൊരു ധാരണയുണ്ട്, നീ എന്തിനാ ഇത് ചെയ്യേണ്ട കാര്യം,
നീ ഇത് ചെയ്യാൻ ഇവിടെ നീ ആരുമല്ല, നീ വലിയ നടിയല്ല, നീ വലിയ സെലിബ്രിറ്റി അല്ല, നീ എന്തിനാ സെലിബ്രിറ്റിയാണ്, നിനക്ക് വേണമെങ്കിൽ വിധവ കളിച്ച് വീട്ടിൽ കുത്തിയിരുന്നാൽ പോയി, ഇവരവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവണം എന്നാണ് ഇവന്മാർ പറയുന്നത്. അപ്പോൾ ഇതാണ് രേണുസുതിക്ക് കിട്ടിയ കണ്ടന്റ്. ആ കണ്ടന്റിന് അപ്പുറത്തേക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ രേണുസുതിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് അവരെന്ന് പറയുന്നത് സാധാ സ്ത്രീ, ഒരു സാധാരണക്കാരി, അവർ ഹൗസിനകത്ത് ഒറ്റപ്പെട്ടു പോയി. അവർ സത്യം പറഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കൊല്ലം സുധീകരിക്ക് അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരതാണ് അവർക്ക് ആകെയുള്ള കണ്ടന്റ് അതാണ് എനിക്ക് ഒരു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കയറി ഉടനെ സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്നു. അതുകൊണ്ടാവാം ശരിക്കും എവിക്ഷൻ പ്രക്രിയയിൽ ശരിക്കും ഇതിനകത്ത് ഒരാൾ ബിഗ് ബോസ്, ഇപ്പം ശാരിക ബിഗ് ബോസിൽ പോയി, ശാരിക അപ്പുറത്തൊരു മത്സരാർത്ഥിയെ ഇരുത്തി അവരുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ അല്ല ഹൗസ്. അതുകൊണ്ട് ശാരിക കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയിട്ട് ഹോട്ട് സീറ്റ് ഉണ്ടാക്കാൻ നോക്കി. അതല്ല ചെയ്യേണ്ടത്. ഇപ്പം അക്ബർ നന്നായി പാടും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാട്ട് നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാട്ട് പാടി എങ്ങനെ ഇരിക്കും? അന്ന് പിറ്റേന്ന് അടിച്ച് പുറത്താകും. കാര്യം ബിഗ് ബോസ് ഹൗസിനകത്ത് അതല്ല വേണ്ടത്. നിങ്ങൾ ജീവിക്കുമ്പം ഇടപെടേണ്ട വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇടപെടുക, അവിടെ അഭിപ്രായം പറയേണ്ട വിഷയം വരുന്നെങ്കിൽ അഭിപ്രായം പറയുക. നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരാൾ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചെയ്യുന്നതിനെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുക. സമൂഹത്തോട് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് കേൾക്കാൻ ആരുമില്ലെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ മുന്നിൽ പോയി എന്ന് പറയുക, ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുക. പിന്നെ ഇതിനകത്ത് ഗെയിമിനെ സമീപിക്കേണ്ട രീതി. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മളെ അകത്തേക്ക് വിളിച്ചത് നമ്മളെ നന്നാക്കാനല്ലെന്നും നിങ്ങളുടെ ജീവിതം വിറ്റ് കാശാക്കാനാണെന്നും നിങ്ങളെ സമൂഹത്തിൽ താറടിച്ച് ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതറ്റം വരെ നിങ്ങളുടെ ലൈഫ് പോയാലും അതെല്ലാം ഞങ്ങൾക്ക് കാശ്, അതിനുവേണ്ടി തന്നെയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ആ കുഴിയിലേക്ക് പോയി വീഴാതിരിക്കുക. എന്തൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്താലും ഞാൻ തിരിച്ചു തന്നെ വരും. നിങ്ങളിരുന്ന് പ്ലാൻ ചെയ്തോ, നിങ്ങളുടെ പ്ലാനിങ് നിങ്ങളുടെ കയ്യിലിരിക്കത്തുള്ളൂ. ഞാനൊക്കെ ഹൗസിലൊക്കെ ഓരോ മൊമെൻറ്റിലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത്, അവർ നാളെ എന്ത് ചിന്തിക്കും, ഇത് ചിന്തിച്ച് എന്തിനാണ് എന്നെയും ഫ്യൂച്ചറിനെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി ഒരു അമ്മി നോക്കിയില്ലേ. ഞാൻ 100 ദിവസം ഞാൻ അയാളെ അകത്ത് നിർത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഹൗസിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബുദ്ധിയുടെ കൂടെ ഭാഗം. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. ഇപ്പോൾ എനിക്ക് ഒരു രഹസ്യം ഫ്യൂച്ചറിനോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് മൊമെൻറ്റാണ് തിരഞ്ഞെടുക്കുന്നറിയാമോ? ഞാൻ ഹൗസിലെല്ലാ മൊമെൻറ്റും വാച്ച് ചെയ്യും. ഏറ്റവും ആളിക്കത്തുന്ന ഒരു സംഭവം അകത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 100% അറിയാം ക്യാമറയ്ക്ക് വേണ്ടത് അതാണ്. ക്യാമറ അതേ ഫോക്കസ് ചെയ്യൂ. ഞാൻ വെളിയിൽ നിന്ന് ചീച്ചോണ്ട് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, കാരണം അത് പോകത്തില്ല, എല്ലാം കൂടെ എടുത്ത് കാണിക്കാൻ പറ്റൂ. അപ്പം വെളിയിൽ നിന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കിടയിൽ മാത്രം നിൽക്കും. കാര്യം ആ കണ്ടന്റേ പോകും. ബെസ്റ്റ് കണ്ടന്റ് അതാണ് ഒരു ഡയറക്ടർ സെൻസ്. ഒരു ദിവസം ഹൗസിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും ആസ് എ ഡയറക്ടർ എനിക്കറിയാം ഇന്നത് പോകും. അതുകൊണ്ട് ഇവർക്ക് എന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്തെല്ലാം ഞാനുണ്ട്. അല്ലേ പിന്നെ ഇങ്ങനെ ഉറക്കം നോക്കി നടക്കും. അതിലും ഈ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഇവർക്ക് അത് ഇവരുടെ പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫസ്റ്റ് വീക്കിൽ ഇവർ നമ്മളെ ജഡ്ജ് ചെയ്യും. ഇന്റർവ്യൂ ഒന്നും ചെയ്താൽ നമ്മളെയൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് കൊള്ളാം ഇവരെ കയറ്റിവിടാം എന്ന് ചെയ്യും. ആദ്യത്തെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെയും സ്വഭാവം ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ കഥ രചിക്കാൻ തുടങ്ങും. അവിടാണ് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ സ്ക്രീൻ പ്ലേ പ്ലാൻ ചെയ്യുന്നത്. ഇന്നൊരാളുടെ സ്വഭാവം ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾക്ക് അയാൾ പ്രൊവോക്ഡ് ആവും എന്നിവർക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആരെയൊക്കെ ഏതൊക്കെ രീതി പോർട്രേറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കും. പിന്നെ ഗെയിം കൊടുക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ആ രീതിയിലായിരിക്കും. അതിനുവേണ്ടി ഇപ്പോൾ 2 പേർ തമ്മിൽ വഴക്കുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണം അവർ ഇട്ട് കൊടുക്കും. അതിപ്പോൾ വീഴാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചൂണ്ട ഇടും. അവർ പരമാവധി ചെയ്യാനുള്ളത് മൊത്തം ചെയ്തു തരും. പക്ഷെ നമ്മളതിപ്പോൾ വീടരുത്. ഞാൻ പറയാ എനിക്കിതെല്ലാം വളരെ വെൽ പ്ലാൻഡ് ആണ്. ഞാൻ അക്കാര്യത്തിലൊക്കെ ഞാൻ ബിഗ് ബോസ് ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് സാധനം ആദ്യത്തെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴേ പരിപാടി പിടി കിട്ടി. പിന്നെ അവിടെ നടക്കുന്ന എല്ലാം ഞാൻ തീരുമാനിക്കും ഇതെന്തായിരിക്കും എന്ന്. ഞാൻ എൻ്റെ കാര്യത്തിലെല്ലാം അതുപോലെ തന്നെ മറ്റുള്ളവർ എങ്ങനെ ചലിക്കണമെന്ന് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ചുമ്മാ ഒരു സാധനം എടുത്തിട്ട് കൊടുത്തിട്ട് പോരുന്നാൽ മതി, അവിടെ പിന്നെ അതൊക്കെ നടന്നോളും. നമ്മൾ ആ പരിസരത്തേ വേണ്ട, അവിടെ ഓടിക്കോളും. അതൊക്കെ ഇത്രയും സീസൺ 7 സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് വീക്ഷിക്കുന്നവരായതുകൊണ്ട് തന്നെ കുറച്ച് പോസ്റ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അത് കുറച്ച് അനിമൽസ് പരിപാടികളൊക്കെയാണ്. ആനിമലോ? ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷെ നമ്മൾ അതിനെ സ്വഭാവവിശേഷങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സീസണിൽ ആരാണെന്നുള്ളതാണ് ആമുഖമായിട്ട് ഞങ്ങൾ 3 പേരും ഇത് മറ്റേ ചോദിച്ചത്. എന്നാലും കാണുന്നില്ല, റീൽസ് ഒക്കെ വെച്ചിട്ട് ജഡ്ജ്മെന്റ് ശരിയാവണമെന്നൊന്നുമില്ല. എന്നാലും നോക്കാം. എന്നാപ്പോ അപ്പൊ തുടങ്ങിയാലോ? കാക്കയോ ഒന്നാണെങ്കിൽ ആരായിരിക്കും BB7? ഓ അതെന്ത് ഇത് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാലും ഏറെക്കുറെ ഇവരെ കണ്ടയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോളുടെ കൂടെ കണ്ടിട്ട് ഞാൻ കണ്ടു. ഈ സൂപ്പർ ആടി മോളെ, സൂപ്പർ.
കാണുന്നുണ്ട്. അല്ല അതെന്തറിയോ ഇതിന്റെ ഡയറക്ടർ അതെ അതെ അതെ. അല്ലല്ല ഞാൻ അതുകൊണ്ടല്ല, ഇപ്പൊ കിഷൻ സാറുമായിട്ടും സെർഗോ ആണല്ലോ ഡയറക്ടർ. അപ്പൊ ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു പ്രമോ തൊട്ട് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കഴിഞ്ഞ സീസൺ പോലെ സമൂഹത്തിൽ നാറേണ്ടി വരത്തില്ല. നിങ്ങളുടെ സീസൺ അല്ല, ഞാൻ ഈ ട്രോഫി തന്നെ എടുത്ത് വെളി കൊണ്ട് കടലിൽ കളഞ്ഞാലോ എന്ന് വിചാരിച്ചതാ. ഇത് എന്റെ അടുത്ത് സാബു പോലും പറഞ്ഞതാ. ചൊറിത്തവള അതെനിക്ക് നമ്മൾ അനീഷായിരുന്നു. അനീഷ് ഭയങ്കര ടൈമിംഗ് എനിക്ക് റെന്നെയാണ്. അത് അരോചകവാ. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവം. ആക്ച്വലി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ അല്ല ഇത് ചൊറിത്തവള എന്ന് പറഞ്ഞാൽ ഈ തവള ആരുടെ അടുത്ത് പോകുന്ന അവർക്ക് ചൊറിച്ചിൽ വരുമെന്ന് അങ്ങനെ എടുക്കാം. അങ്ങനെ ഒരു മാനദണ്ഡം വേണമെങ്കിൽ എടുക്കാം. അതായത് ഒന്നില്ലെങ്കിൽ അനീഷ ആയിരിക്കത്തില്ല. അതായത് അങ്ങനൊരു കപ്പാസിറ്റി അനീഷിനുണ്ട്. കോമണർ എങ്ങനെയുണ്ട് അയാളെ എൻട്രി ആയപ്പോഴേ പിന്നെ കോംപ്രമൈസ് അല്ല, അയാൾ മിടുക്കനാണ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അല്ലല്ല 2023 എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കയറാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇയാളുടെ വീഡിയോ കണ്ടപ്പം ഇയാൾ ആരാ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഞാൻ ഇങ്ങനെ കയറി നോക്കി. അന്നേരം പുള്ളി അതിനകത്ത് എനിക്ക് നേരത്തെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. 2018 സെൽമീത് ആൻസർ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ലക്ഷ്യത്തിലെത്താൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കാം. പക്ഷെ അതായത് ഇതിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അയാൾ. എല്ലാ സീസണും കാണുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ഞാൻ ശ്രദ്ധിച്ചത്, പക്ഷെ അയാൾക്ക് ഒരു ഭയങ്കര ബ്രില്യൻസ് ഉണ്ട്. അയാൾ തലച്ചോറുള്ള ഒരാളാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി നല്ല ഒരു ട്രിഗറിംഗ് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെ പിന്നെ ട്രിഗർ ചെയ്യുന്നത് അരോചകമാവുന്നുണ്ട്. അതാണ് ചിലടത്ത് പ്രശ്നം. റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് അത് ചിലപ്പോൾ നമുക്കൊരു ചിലർ ചിലപ്പോൾ ശൈലി കൊണ്ടായിരിക്കും. പക്ഷെ അത് ഭയങ്കര മേ ബി നുഴഞ്ഞു കയറുന്നതാവാം, അല്ലെങ്കിൽ പോയിസൺ ആവാം. ഏത് രീതിക്ക് എടുക്കാം. അങ്ങനെ അതൊക്കെ നമ്മൾ ഇവരെ ഈ സ്വഭാവത്തെ റീഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷോ പൂർണ്ണമായും കാണാതെ കണ്ട രീതിയിലേക്ക് അല്ല അനീഷിന്റെ ഞാൻ ശ്രദ്ധിച്ചതാ. കാര്യം അയാൾ എൻട്രി ഞാൻ കണ്ടു. എൻട്രി കണ്ടപ്പോഴേ ഞാൻ ആരോടോ പറഞ്ഞു ഇവൻ ആള് കൊള്ളാം. നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ആര്യൻ എന്നുള്ള രീതി പറയാം. കഴുകൻ മറ്റുള്ളവരെ കൊത്തി വലിച്ചു കയറുന്ന ആരാണ്? അനുമോൾ. അനുമോൾ പിടിക്കുക അതല്ല കാര്യത്തിൽ വലിച്ചെടുക്കാണ്. ഓക്കെ, ആരാണ് കുരങ്ങൻ? കുരങ്ങൻ എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ സ്വഭാവം ചാടി നിൽക്കണം. അവിടെ ചാടി അവിടെ നിന്നു ഇവിടെ നിന്നു അവിടെയും കാണാം ഇവിടെയും കാണാം. ശൈത്യ അങ്ങനെ നിറമാറ്റം സ്റ്റേറ്റ്മെന്റിലാണെന്നാണ് രീതിക്ക് പറയാം. അല്ലാതെ എന്തെങ്കിലും വിഷയത്തിൽ കണ്ടന്റ് അവിടെ ഇവിടെയൊക്കെ കാണുന്നതുകൊണ്ട് വ്യക്തമായിട്ട് പറയാനും പറ്റത്തില്ല. എന്നാലും ആരായിരിക്കും? നോ ഐഡിയ കിട്ടുന്നില്ല. കുറച്ച് ഫണ്ണായി നിൽക്കുന്ന ഒരു ആക്റ്റീവായിട്ട് ഫണ്ണായിട്ടാണെങ്കിൽ നെവിൻ ഫണ്ണായിട്ട്. എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഒന്നാമത് ഈ മറ്റുള്ളവരുടെ ആഹാരം ഇങ്ങനെ കട്ട് തിന്നുന്നവനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മൾ ഉള്ളത് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ഞാനൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഒന്നുമല്ല, ആർത്തിയാണ് ഇതൊക്കെ. അത് വേറൊരാളെ ശരിക്കും അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ തന്നെ എനിക്ക് അതായത് എൻ്റെ അതൊന്നുമല്ല. നമ്മൾ ആദ്യം അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കണം. ഉള്ളത് എല്ലാവർക്കും കൂടെ വീതിച്ച് കൊടുക്കാൻ പഠിക്കണം. അല്ലാതെ ഈ രാത്രി എനിക്ക് വിശക്കണം. അപ്പോൾ ഞാൻ അതാണ് എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ട് ഡയലോഗ് അതാണ്. ഞാനങ്ങനെ അകത്തുണ്ടായിരുന്നുണ്ടെങ്കിൽ മേലാവും മിണ്ടത്തില്ലായിരുന്നു. ഒരൊറ്റ ദിവസം മിണ്ടത്തുള്ളായിരുന്നു. ഞാൻ പെഡിക്യൂർ ചെയ്തും അത് ചെയ്തും എനിക്ക് എൻ്റെ ശരീരം നോക്കാൻ എനിക്കറിയാം. നിനക്ക് നിൻ്റെ ശരീരം നോക്കാൻ അറിയാമെന്ന് നീ വീട്ടിൽ ഇരിക്കണം. ഈ ബിഗ് ബോസ് ഹൗസിലല്ല വരേണ്ടത്. അതായത് എൻ്റെ ആഹാരം നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും മെലിഞ്ഞു, എനിക്കത് പറ്റത്തില്ല, എനിക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് തിന്നും. അതിനൊക്കെ എനിക്ക് നൂറാന്ന് പറയുന്ന പെങ്കൊച്ചിനോട് ഞാൻ അന്ന് കയറി വോട്ടും കൊടുത്തു. നൂറയ്ക്ക് ചെയ്യാറുണ്ട് ഒരു ദിവസം. കാര്യമുണ്ടല്ലോ, 100 ഒരു ദിവസം ഇവനെ ഇറക്കി വിട്ടൊരു സാധനം എന്തോ പറഞ്ഞില്ലേ? അതായത് ഇറങ്ങിപ്പോയി. അതായത് ഒരുത്തന്റെ മനോനിലയുടെ പ്രശ്നമാണ്. ഒരു നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ സാഹചര്യം മനസ്സിലാക്കി നമ്മളുടെ പോലെയാണ് മറ്റുള്ളവർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി
കുറഞ്ഞ പക്ഷം ഇപ്പം നമ്മൾക്കുള്ളത് വീതിച്ചു കൊടുത്ത് നമ്മൾ അടിയും വഴക്കും ഫൈറ്റും ഒക്കെ ഇട്ടോട്ടെ. ഞാൻ കിച്ചൺ നിൽക്കുമ്പോ എല്ലാരും നമ്മളെല്ലാവരും ഹൗസിൽ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ കിച്ചണിൽ നിന്നിട്ടുള്ള ഒരാൾ ഞാനും ഷീച്ചേട്ടനും ഒക്കെയാണ്. അപ്പം അത് ഞാനൊന്നല്ല കേട്ടോ, ഒരുവിധപ്പെട്ട എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏറ്റവും കൂടുതൽ ഫുഡിന് ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാർ നമ്മുടെ സീസണിലായിരിക്കും. 11 കിലോ എന്റെ കുറഞ്ഞിട്ടുണ്ട്. മറ്റേ പല ആൾക്കാർ ആ ഫുഡിന്റെ ഏറ്റവും ഷോർട്ടേജ് തന്നിട്ടുള്ള സീസൺ നമ്മളാണ്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ശരിക്കും ഇങ്ങനെ ഇറങ്ങിപ്പോയി അത് വീണ്ടും തിരിച്ചൊരു റീ എൻട്രി കൊടുക്കുന്നതിനോട് എന്താ അഭിപ്രായം? അപ്പോഴേ അടിച്ചുപൊളി കളഞ്ഞേക്കണം.